വർഷം 2000. ഐഷർ മോട്ടോഴ്സിന്റെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടക്കുകയാണ്. ടേബിളിൽ ഒരൊറ്റ അജണ്ട മാത്രം: റോയൽ എൻഫീൽഡ് അടച്ചുപൂട്ടുക അല്ലെങ്കിൽ വിൽക്കുക. കാരണം മാസം വെറും 2000 ബൈക്കുകൾ മാത്രം വിൽക്കുന്ന, സ്ഥിരമായി എഞ്ചിൻ ഓയിൽ ചോരുന്ന, നഷ്ടത്തിലോടുന്ന ഒരു ബാധ്യതയായിരുന്നു അന്ന് ആ ബ്രാൻഡ്. ഒരു ലെഗസി കമ്പനിയുടെ ഏറ്റവും ദയനീയമായ അവസ്ഥ. കട്ട് ടു 2018. മാസം 2000 വിറ്റിരുന്ന കമ്പനി വർഷം 8,20,000 ബൈക്കുകൾ നിരത്തിലിറക്കുന്നു. ഇന്ത്യയിലെ 250cc, 750cc മിഡ് സൈസ് മോട്ടോർ സൈക്കിൾ മാർക്കറ്റിൽ അവരുടെ മാർക്കറ്റ് ഷെയർ 95%. ആ ബോർഡ് മീറ്റിംഗ് നടന്ന കാലത്ത് വെറും 10 മുതൽ 20 രൂപ വിലയുണ്ടായിരുന്ന ഐഷർ മോട്ടോഴ്സിന്റെ ഓഹരി വില 3000 രൂപയ്ക്ക് മുകളിൽ. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1 ലക്ഷം കോടി രൂപ. പൂട്ടാൻ വെച്ച ഒരു കമ്പനി ലോകത്തെ തന്നെ ഏറ്റവും പ്രോഫിറ്റബിളായ 2 വീലർ മാനുഫാക്ചറായി മാറിയത് ഒരു അത്ഭുതമല്ല. അത് കൃത്യമായ മാക്സ് ആണ്. How did a dying legacy brand orchestrate one of the most brutal market monopolies in Indian corporate history? Let's decode the Royal Enfield turnaround. ൽ ഇംഗ്ലണ്ടിൽ ജനിച്ച ബ്രാൻഡ്. 1955 ഇന്ത്യൻ ആർമിക്ക് വേണ്ടി അവർ ഇന്ത്യയിലെത്തി. 1994 ഐഷർ മോട്ടോഴ്സ് അവരെ ഏറ്റെടുത്തു. എന്നാൽ 2000 ആയപ്പോഴേക്കും റോയൽ എൻഫീൽഡ് ഒരു സാമ്പത്തിക ദുരന്തമായി മാറിക്കഴിഞ്ഞിരുന്നു. ജാപ്പനീസ് ബൈക്കുകളായ ഹീറോ ഹോണ്ടയും യമഹയും മൈലേജും സ്പീഡും വെച്ച് ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചടക്കിയപ്പോൾ എൻഫീൽഡ് പഴയ ടെക്നോളജിയിൽ കുരുങ്ങിക്കിടന്നു. ഗിയർ മാറ്റാൻ ബുദ്ധിമുട്ട്, കിക്ക് ചെയ്താൽ തിരികെ അടിക്കുന്ന എഞ്ചിൻ, മെയിൻ്റനൻസ് ചെലവ്. ബുള്ളറ്റ് ഇസ് എ മെക്കാനിക്സ് ബെസ്റ്റ് ഫ്രണ്ട് എന്നതായിരുന്നു അന്നത്തെ മാർക്കറ്റ് റിയാലിറ്റി. 2000 ബോർഡ് മീറ്റിംഗിൽ കമ്പനി പൂട്ടാൻ തീരുമാനിക്കുന്ന സമയത്ത് ഐഷർ ഗ്രൂപ്പ് പ്രൊമോട്ടർ വിക്രം ലാലിന്റെ മകൻ 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു. സിദ്ധാർത്ഥ ലാൽ. അയാൾക്ക് 2 വർഷം വേണം ബ്രാൻഡിനെ തിരികെ കൊണ്ടുവരാൻ. ഇതൊരു സിനിമയിലെ നായക പരിവേഷമായിരുന്നില്ല. സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ചുവന്ന എൻഫീൽഡ് ബുള്ളറ്റിൽ ക്യാമ്പസിൽ കറങ്ങിയിരുന്ന സിദ്ധാർത്ഥയ്ക്ക് ആ മെഷീൻ്റെ ഡിസൈൻ സൈക്കോളജി അറിയാമായിരുന്നു. ഉപഭോക്താക്കൾ ആ ബൈക്ക് വാങ്ങുന്നത് അതിൻ്റെ മൈലേജ് നോക്കിയല്ല, അതിൻ്റെ പ്രസൻസ്, ആ സൗണ്ട്, ആ ഇമോഷൻ കണ്ടിട്ടാണെന്ന് അയാൾക്ക് വ്യക്തമായിരുന്നു. പക്ഷെ ഒരു ഇമോഷൻ വെച്ച് മാത്രം ബിസിനസ് നടത്താൻ കഴിയില്ല. അതിന് കൃത്യമായ എഞ്ചിനീയറിംഗ് വേണം. അവിടെ നിന്നാണ് യഥാർത്ഥ ഗെയിം തുടങ്ങുന്നത്. സിദ്ധാർത്ഥ ലാൽ CEO ആയി ചാർജ് എടുത്തപ്പോൾ ഐഷർ മോട്ടോഴ്സിൻ്റെ കീഴിൽ 15 വ്യത്യസ്ത ബിസിനസ്സുകളുണ്ടായിരുന്നു. ട്രാക്ടർ, ചെരുപ്പ്, ഗാർമെൻറ്റ്സ്, കൺസൾട്ടിംഗ് തുടങ്ങി പലതും. സിദ്ധാർത്ഥ ആദ്യം ചെയ്ത കാര്യം ഇതിൽ 13 ബിസിനസ്സുകളും വിറ്റൊഴിവാക്കിയെന്നതാണ്. ട്രാക്ടർ ബിസിനസ് മുഴുവൻ ടെയ്ഫിന് വിറ്റു. മുഴുവൻ ക്യാപിറ്റലും റോയൽ എൻഫീൽഡിലേക്കും ട്രക്കുകളിലേക്കും തിരിച്ചുവിട്ടു. പിന്നീട് പ്രൊഡക്റ്റിലേക്കുള്ള സർജറി ആയിരുന്നു. പഴയ കാസ്റ്റ് അയൺ എഞ്ചിൻ മാറ്റി പുതിയ യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിൻ കൊണ്ടുവന്നു. എഞ്ചിനും ഗിയർ ബോക്സും ഒരൊറ്റ കേസിങ്ങിലാക്കി. ഓയിൽ ചോർച്ച നിന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സെൽഫ് സ്റ്റാർട്ടർ വന്നു. 2008 UC എഞ്ചിനുമായി റോയൽ എൻഫീൽഡ് അവരുടെ മാസ്റ്റർ പീസ് ഇറക്കി, ക്ലാസിക് 350. ദിസ് വാസ് ദ എക്സാക്ട് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. മാർക്കറ്റ് അന്ന് 100cc ബൈക്കുകളുടെ ഫ്യൂവൽ എഫിഷ്യൻസി നോക്കി പിറകെ പോവുകയായിരുന്നു. പക്ഷേ ക്ലാസിക് 350 മാർക്കറ്റിനെ ക്യാരക്ടർ എന്താണെന്ന് പഠിപ്പിച്ചു. 2010 അവർ വിറ്റത് 50,000 ബൈക്കുകളാണ്. 2014 ആയപ്പോഴേക്കും അത് 3 ലക്ഷം കടന്നു. കാത്തിരിപ്പ് സമയം 6 മുതൽ 8 മാസം വരെയായി. ഡിമാൻഡ് കൂടിയപ്പോൾ അവർ സപ്ലൈ മനഃപൂർവ്വം കുറച്ചതാണെന്ന് ചിലർ പറഞ്ഞു. സത്യം അതായിരുന്നില്ല. അവരുടെ ചെന്നൈ പ്ലാന്റിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ സ്കെയിൽ. ഒരു പുതിയ മാർക്കറ്റ് സെഗ്മെൻറ്റ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. പ്രീമിയമൈസേഷൻ ഇൻ ദ ഇന്ത്യൻ 2 വീലർ സ്പേസ് ഹാഡ് ഒഫീഷ്യലി ബിഗൺ. വിജയം എപ്പോഴും അഹങ്കാരത്തെ കൂടെ കൂട്ടും. 2015-2018 കാലഘട്ടത്തിൽ റോയൽ എൻഫീൽഡ് ഒരു അൺചാലഞ്ച്ഡ് പവറായി മാറി. 95% മാർക്കറ്റ് ഷെയർ. പക്ഷേ അവിടെയാണ് അവരുടെ ആദ്യത്തെ വലിയ പിഴവ് സംഭവിക്കുന്നത്: ക്വാളിറ്റി കൺട്രോൾ. 2016 അവർ പർവ്വതങ്ങൾ കീഴടക്കാൻ ഹിമാലയൻ എന്ന അഡ്വഞ്ചർ ബൈക്ക് ഇറക്കി. വിഷൻ മാറ്റിമറിക്കുമെന്നവർ പറഞ്ഞു. പക്ഷേ സർവീസ് സെൻറ്ററുകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും വേറെ ചിലതും പറയാനുണ്ടായിരുന്നു. വണ്ടിയുടെ ഷാസി ഒടിയുന്നു, എഞ്ചിൻ കംപ്ലൈൻറ്റ്സ്, ഗിയർ ബോക്സ് പ്രശ്നങ്ങൾ. ഇന്ത്യൻ കൺസ്യൂമർ മാറി തുടങ്ങിയിരുന്നു. പഴയ കാലത്തെ പോലെ മെക്കാനിക്കിൻ്റെ കടയിൽ കയറിയിറങ്ങാൻ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ഈ സമയത്താണ് ബജാജ് ട്രയംഫ് കൂട്ടുകെട്ടും ഹീറോ ഹാർലി പ്ലാനുകളും ജാവയുടെ തിരിച്ചുവരവും സംഭവിക്കുന്നത്. കോമ്പറ്റീഷൻ വരുന്നുവെന്ന് ഇൻഡസ്ട്രി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. പക്ഷേ റോയൽ എൻഫീൽഡ് വിശ്വസിച്ചത് തങ്ങളുടെ കൾട്ട് സ്റ്റാറ്റസ് ആർക്കും തകർക്കാൻ കഴിയില്ല എന്നതാണ്. ദ ആരഗൻസ് ഓഫ് അൺഇൻറ്ററപ്റ്റഡ് സക്സസ്. മാസങ്ങളോളം നീളുന്ന വെയിറ്റിംഗ് പീരീഡ് ഒരു പ്രസ്റ്റീജായി അവർ കണ്ടു. എന്നാൽ കസ്റ്റമേഴ്സ് അത് ഫ്രസ്ട്രേഷനായി കണ്ട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി.
കോവിഡ് പ്രതിസന്ധി കൂടി വന്നതോടെ 8.2 ലക്ഷത്തിൽ നിന്നിരുന്ന വാർഷിക വരുമാന വിൽപ്പന 2021 6 ലക്ഷത്തിലേക്ക് ഇടിഞ്ഞു. ഈ വീഴ്ചയും തിരിച്ചുവരവും ബിസിനസ് ചരിത്രത്തിൽ പുതിയൊരു കാര്യമൊന്നുമല്ല. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി എക്സാക്ട് സ്ട്രക്ചറൽ സിമിലാരിറ്റി വിത്ത് അനദർ ലെഗസി ബ്രാൻഡ്, പോർഷ. ആയിരത്തി 1990കളുടെ തുടക്കത്തിൽ പോർഷെ പാപ്പരാകേണ്ട ഒരു കമ്പനിയായിരുന്നു. അവരുടെ പ്രൊഡക്ഷൻ ലൈൻ വളരെ സ്ലോ ആയിരുന്നു, ചിലവ് കൂടുതലും. അന്ന് വെൻഡലിൻ വിഡക്കിംഗ് എന്ന CEO ടൊയോട്ടയുടെ ലീൻ മാനുഫാക്ചറിംഗ് സിസ്റ്റം പോർഷയിൽ നടപ്പിലാക്കി. 10 തരം കാറുകൾ ഉണ്ടാക്കുന്നതിന് പകരം ബോക്സ്ചർ എന്നൊരൊറ്റ മോഡലിൽ ഫോക്കസ് ചെയ്തു. ക്യാപിറ്റൽ റീഅലോക്കേറ്റ് ചെയ്തു. പോർഷെ രക്ഷപ്പെട്ടു. ലോകത്തെ ഏറ്റവും വലിയ മാർജിനുള്ള കാർ കമ്പനിയായി. ഇതേ പാറ്റേൺ ആണ് 2000-ൽ സിദ്ധാർത്ഥ ലാലും ഉപയോഗിച്ചത്. ചിതറിക്കിടന്ന ബിസിനസ്സുകൾ വിറ്റ് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഫോക്കസ് ചെയ്തു. എഞ്ചിൻ ഒന്നാണ്, പക്ഷേ പുറം ചട്ടകൾ മാറി. ഇതിനെ പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നു. ഒന്നിലധികം മോഡലുകൾക്ക് ഒരൊറ്റ എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ R&D ചിലവ് കുറയുന്നു, പ്രൊഡക്ഷൻ സ്കെയിൽ ചെയ്യാൻ എളുപ്പമാകുന്നു. റോയൽ എൻഫീൽഡിൻ്റെ വിജയം കേവലം വികാരങ്ങളുടെയോ ഭാഗ്യത്തിൻ്റെയോ പുറത്തുണ്ടായതല്ല. അതൊരു പ്യുവർ സ്ട്രാറ്റജിയാണ്. അവരുടെ സ്ട്രാറ്റജിയുടെ കോർ യൂണിറ്റ് എക്കണോമിക്സ് ആയിരുന്നു. ഒരൊറ്റ എഞ്ചിൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ലക്ഷക്കണക്കിന് ബൈക്കുകൾ ഇറങ്ങിയപ്പോൾ അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 30% മുകളിലായി. ലോകത്തെ ഒട്ടുമിക്ക 2 വീലർ കമ്പനികളും 10 മുതൽ 15% മാർജിനിൽ കളിക്കുമ്പോഴാണ് എൻഫീൽഡ് ഇരട്ടി ലാഭമുണ്ടാക്കിയത്. പക്ഷേ ഹിമാലയൻ്റെ പരാജയത്തിൽ നിന്നും അവർ ഒരു പാഠം പഠിച്ചു. ഹ്യൂബ്രിസ് അധികകാലം നിലനിൽക്കില്ല എന്ന് ബോർഡ് തിരിച്ചറിഞ്ഞു. അവർ UK-യിൽ ഒരു പുതിയ ടെക്നോളജി സെൻറ്റർ സ്ഥാപിച്ചു. ട്രയം, ഹാർലി പോലുള്ള ബ്രാൻഡുകളിൽ നിന്നും എഞ്ചിനീയർമാരെ ഹയർ ചെയ്തു. അങ്ങനെയാണ് 2018-ൽ ഇന്റർസെപ്റ്റർ 650, കോണ്ടിനെൻ്റൽ GT എന്നീ ട്വിൻ സിലിണ്ടർ ബൈക്കുകൾ ഇറങ്ങുന്നത്. അതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആയിരുന്നു. അന്ന് വരെ എൻഫീൽഡിനെ കളിയാക്കിയിരുന്ന ക്രിട്ടിക്സ് പോലും ആ എഞ്ചിൻ്റെ സ്മൂത്ത്നെസ് കണ്ട് നിശബ്ദരായി. അവർ ഡേറ്റയെ വിശ്വസിക്കാൻ തുടങ്ങി. J പരമ്പരയിലുള്ള പുതിയ എഞ്ചിനുകൾ ഇറക്കി വൈബ്രേഷൻസ് പൂർണ്ണമായും ഒഴിവാക്കി. പണ്ടത്തെ ബുള്ളറ്റ് ഫീൽ പോയി എന്ന് പഴയ തലമുറ പറഞ്ഞപ്പോൾ എൻഫീൽഡ് അത് കാര്യമാക്കിയില്ല. കാരണം ഡേറ്റ പറഞ്ഞത് വൈബ്രേഷൻ ഇല്ലാത്ത പുതിയ വണ്ടികളാണ് ആഗോളതലത്തിൽ കൂടുതൽ വിറ്റുപോകുന്നതെന്നാണ്. ഇതൊരു കോർപ്പറേറ്റ് ഡിസിഷൻ്റെ മാത്രം കഥയല്ല, ഒരു തീരുമാനമുണ്ടാക്കിയ സാമ്പത്തിക ഇമ്പാക്റ്റ് നോക്കാം. 13 ബിസിനസ്സുകൾ വിറ്റുകളയാനുള്ള സിദ്ധാർത്ഥ ലാലിൻ്റെ ആ ഒരൊറ്റ തീരുമാനം കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഒന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷേ സൃഷ്ടിക്കപ്പെട്ടത് ലക്ഷക്കണക്കിന് കോടികളുടെ സമ്പത്താണ്. 2001-ൽ ഐഷർ മോട്ടോഴ്സിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരു വ്യക്തിയുടെ ഷെയർ വാല്യൂ 2018 ആയപ്പോഴേക്കും ഏകദേശം 10 കോടി രൂപയ്ക്ക് മുകളിലായി. ഇന്ത്യയിലെ പ്രീമിയം മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രി എന്നൊരു സെഗ്മെൻറ്റ് തന്നെ അവർ ഒറ്റയ്ക്ക് ഡിഫൈൻ ചെയ്തു. അവരുണ്ടാക്കിയ മാർക്കറ്റിലേക്കാണ് ഇന്ന് ട്രയംഫും ഹാർലി ഡേവിഡ്സണും കയറി വരുന്നത്. അന്ന് ബോർഡ് മീറ്റിംഗിൽ പൂട്ടാൻ വെച്ചൊരു കമ്പനി ഇന്ന് 60-ലധികം രാജ്യങ്ങളിലേക്ക് ബൈക്കുകൾ എക്സ്പോർട്ട് ചെയ്യുന്നു. സിദ്ധാർത്ഥ ലാൽ ഇന്നും ആ കമ്പനിയുടെ ഫ്രണ്ട് ലൈനിലുണ്ട്. അയാളൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആയില്ല, പകരം ഒരു മികച്ച പ്രോഡക്റ്റ് സ്ട്രാറ്റജിസ്റ്റായി കമ്പനിയെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നയിച്ചു. റോയൽ എൻഫീൽഡിൻ്റെ ചരിത്രം ഇന്നത്തെ ഫൗണ്ടേഴ്സിന് നൽകുന്ന ഡേറ്റ പോയിന്റുകൾ ഇതാണ്. 1. ഫോക്കസ് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ. 15 ഇടത്തരം ബിസിനസ്സുകൾ നടത്തുന്നതിനേക്കാൾ നല്ലത് ലോകത്തെ ഏറ്റവും മികച്ച ഒരൊറ്റ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ്. 2. ഈഗോ വേഴ്സസ് ഡേറ്റ. പാരമ്പര്യം മാർക്കറ്റിങ്ങിന് കൊള്ളാം, പക്ഷേ മെക്കാനിക്കൽ പിഴവുകൾ മറച്ചുവെക്കാൻ പാരമ്പര്യത്തിന് കഴിയില്ല. ഹിമാലയൻ അതവരെ പഠിപ്പിച്ചു. 3. പ്ലാറ്റ്ഫോം എക്കണോമിക്സ്. ഒരൊറ്റ മികച്ച കോർ ഡെവലപ്പ് ചെയ്യുക, അതിൽ നിന്ന് മൾട്ടിപ്പിൾ റവന്യൂ സ്ട്രീമുകൾ ഉണ്ടാക്കുക. അതാണ് സ്കെയിൽ. പാരമ്പര്യം ഒരു നല്ല കഥയാണ്, ഒരുപക്ഷെ ബ്രോഷറുകളിൽ അച്ചടിച്ച് വെക്കാൻ തക്ക മികച്ച ഒന്ന്. പക്ഷേ ബാഡ് ഷീറ്റുകളിൽ കഥകൾക്കല്ല, കൃത്യമായ നമ്പറുകൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ.